നമ്മൾ കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ എന്തെല്ലാം നമ്മൾ ചെയ്താലും നമ്മുടെ ഉദ്ദേശശുദ്ധി കർത്താവ് ശ്രദ്ധിക്കും. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, ദൈവമോ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു. ദൈവസന്നിധിയിൽ കർത്താവ് അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കണം. ഒരു സ്തോത്രം പറഞ്ഞാൽ പോലും അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തു നിന്നല്ലെങ്കിൽ ദൈവത്തിന് ആ സ്തുതി വേണ്ട. നമ്മുടെ ഹൃദയം നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. നമുക്കറിയാം, ശീമോൻ്റെ വീട്ടിൽ ഭയങ്കര വിരുന്നൊരുക്കി. യേശുവിനെ ഗുരു എന്ന് മനസ്സിലാക്കി അദ്ദേഹം വിളിച്ച് വിരുന്നൊരുക്കി. പക്ഷേ ആ വിരുന്നിനേക്കാളൊക്കെ കർത്താവിന് വലിയ സന്തോഷമുണ്ടായത് ആ പാപിനിയായ ആ സഹോദരി ഓടി വന്ന് കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കർത്താവിന് ഇഷ്ടമുണ്ടായത്. കർത്താവ് അതിലാണ് പ്രസാദിച്ചത്. ഞാൻ ആഗ്രഹിച്ചൊന്നും എനിക്ക് തന്നില്ല. എന്തൊക്കെയോ ശീമോൻ കൊടുത്തു, പക്ഷെ അതിലൊന്നും കർത്താവ് ഹാപ്പി അല്ലായിരുന്നു. നമ്മളും കർത്താവിന് ഒത്തിരി കൊടുക്കുന്നവരാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്നതിൽ കർത്താവ് പ്രസാദിക്കുന്നു എന്നുള്ള വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വർഷിപ്പ്, ഒരു റിയൽ വർഷിപ്പാണ് ആ ശീമോൻ്റെ വീട്ടിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ആ സഹോദരി വളരെ പ്രതിസന്ധികൾ സഹിച്ച് അവിടേക്ക് ഓടി വന്ന് കർത്താവിൻ്റെ പാദത്തിൽ ചുംബിക്കുകയും കണ്ണുനീർ കൊണ്ട് പാദം നനച്ച് തലമുടി വെച്ച് തുടയ്ക്കുകയും. അവിടെ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ശീമോനെ, ഞാൻ ആഗ്രഹിച്ചതൊന്നും നീ എനിക്ക് തന്നില്ല, പക്ഷെ ഇവളോ. യഥാർത്ഥമായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളൊക്കെ എന്തൊക്കെയോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, എന്ത് കൊടുക്കുന്നു, അത് നിർബന്ധത്താലോ അല്ലാതെയൊക്കെ ചെയ്യുന്നുണ്ട്. വാസ്തവമായി ദൈവം നമ്മളെ പ്രസാദിക്കുന്നുണ്ടോ? നമ്മുടെ ആരാധനയെ പ്രസാദിക്കുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയെ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ ദൈവദാസന്മാരായ ഞങ്ങൾ ഓടി നടക്കുകയാണ്. ശുശ്രൂഷയുടെ തിരക്കുകളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ശുശ്രൂഷയുടെ തിരക്കൊക്കെ എന്തിനു വേണ്ടിയാണ്? അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, ഞാൻ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. എന്തിനാണ്? ഭൂഖണ്ഡങ്ങൾ സഞ്ചരിക്കാൻ. കഷ്ടതയും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അദ്ദേഹത്തെ ആഞ്ഞടിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ദൈവത്തിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. എന്തിനാ? അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്താൻ. നമ്മുടെ ഈ ഓട്ടവും നമ്മുടെ ഈ തിരക്കുമൊക്കെ എന്തിനാ? ഇരിക്കാൻ പോലും സമയമില്ലാതെ ശുശ്രൂഷയുടെ തിരക്കാണ്. എന്തിനു വേണ്ടിയാ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആ നിർബന്ധമാണോ? ആ സ്നേഹത്തിൽ നിന്നാണോ ഇതൊക്കെ, അതോ മറ്റെന്തിനേലും വേണ്ടിയാണോ? എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തി ആയിരിക്കണം നമ്മൾ ലക്ഷ്യം. എവിടെ വേണേലും പോകാം, ആരോടും സുവിശേഷം പറയാം, കർത്താവിന് വേണ്ടി എന്തും ചെയ്യാം. പക്ഷെ നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തി. ഒരു മനുഷ്യനെ തീന്ന് വലിച്ചെടുക്കുക, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാത്തതൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസ്നേഹത്തിൽ നിന്ന് കൊടുക്കാം, മറ്റുള്ളവരെ സ്നേഹിക്കാം, യേശുവിനെ കാണിച്ചു കൊടുക്കാം. അവർ യേശുവിനെ അറിയട്ടെ, യേശുവിലേക്ക് അടുക്കട്ടെ. അല്ലാത്തതൊന്നും ദൈവത്തിന് വേണ്ട. ശീമോനോട് പറഞ്ഞതുപോലെ, ഞാൻ ആഗ്രഹിച്ചൊന്നും നീ എനിക്ക് തന്നില്ല. എന്തൊക്കെയോ ശീമോൻ കൊടുത്തു, പക്ഷെ അതിലൊന്നും കർത്താവ് ഹാപ്പിയല്ല. അങ്ങനെ എന്തെങ്കിലും കർത്താവിന് കൊടുക്കാനല്ല നമ്മൾ. ദൈവം എന്താണ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് കൊടുക്കാം. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.